ജൂൺ 29, 2021. അത് നീ പറഞ്ഞ ശരിയാ. ഈ റോസ്റ്റ് ചെയ്ത വിഷമത്തില് ഞാൻ പോയിട്ട് അങ്ങോട്ട് സൂയിസൈഡ് ചെയ്താണ്. ഒന്ന് പോയാലോ അവിടെ നിന്ന് അവന്റെ ഒരു കോണത്തിലെ റോസ്റ്റിങ്ങും ഇങ്ങോട്ട് വന്നേക്കാതെ. ഈ നിന്നെ പോലുള്ള തീറ്റത്തിനെ ഞാൻ റോസ്റ്റ് ചെയ്യാറില്ല ശരിക്കും. എന്റെയൊക്കെ പറച്ചില് കേട്ടാവുന്നു. ഇവരിവിടെ വന്നിരുന്നിട്ട് മൊത്തം സത്യങ്ങളെ വിളിച്ച് പറയുന്നത്. ഒന്ന് എനിക്ക് പോടാ കൂടാൻ. ഒന്ന് എനിക്ക് പോടാ കൂടാൻ. എടാ ഏതൊക്കെ ചൂട്ട നിന്നെ റോസ്റ്റ് ചെയ്ത്. എടാ നിന്നെ ഏതൊക്കെ ചുട്ടാ റോസ്റ്റ് ചെയ്തെന്ന്? ആ തുപ്പലോട്ടി ചെറുക്ക് എന്തായാലും ചെയ്തിട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. നിങ്ങൾ ഈ ഫ്രെയിമിൽ ഒരു വേസ്റ്റിനെ കാണുന്നുണ്ടോ? സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഞാൻ റോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, തൂക്കിലേറ്റി എന്നെ. വേറെ ആരുമല്ല എന്നെ റോസ്റ്റ് ചെയ്തത്, പെങ്ങന്മാരുടെ സ്വന്തം ഏട്ടൻ, ആങ്ങളമാരുടെ സ്വന്തം പൊട്ടൻ, കാന്താരികളുടെ സ്വന്തം പഴുങ്ങഞ്ഞി, AJ കിച്ചൂട്ടൻ. പുള്ളിക്ക് സ്വന്തം വീഡിയോയുടെ തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിയത്തില്ല. രസം ഇവിടങ്ങുമല്ല, പുള്ളി എൻ്റെ കൂട്ടത്തിൽ 6-7 വർഷം എൻ്റെ സ്കൂളിൽ തന്നെ പഠിച്ച ഒരാളോട് എന്നെ തന്നെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തംബ്നെയിൽ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. എനിക്കൊരു കമ്പനി. നീ ജസ്റ്റ് സമയം കിട്ടുമ്പോൾ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ AJ കിച്ചൂട്ടെന്ന് അടിക്കുക. അപ്പൊ നിനക്കറിയാം എനിക്ക് ഫാൻസ് ഉണ്ടോ ഇല്ലേന്ന്. ചെക്കൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെക്കന് ഫാൻസ് ഇല്ലാത്ത എൻ്റെ ഒരു വിഷമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, തേങ്ങയാണ് മാങ്ങയാണ് ഒന്ന് പോയരോട് നിന്ന്. എടാ എനിക്കൊന്ന് കൊറോണ ആയിരുന്നടാ. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ AJ കിച്ചൂട്ടൻ. ഞങ്ങളുടെ AJ കിച്ചൂട്ടനോ? ആരുടെ? നീ എൻ്റെ അടുത്ത ബന്ധുവല്ല, നീ എൻ്റെ കുഞ്ഞമ്മയുടെ അമ്മൂമ്മയുടെ മോൻ്റെ വഴിയെങ്കിലും ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഈ കുടുംബം വിട്ട് കാനനവാസത്തിന് ഇറങ്ങും. അപ്പൊ ഇന്ന് നമ്മളൊരു റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു, അത് കാരണം ഒരാഴ്ചത്തോളം വീഡിയോ ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പണിക്ക് പോയി പുതിയൊരു ഫോൺ മേടിച്ചു. ഇത് ഉത്തരവാദിത്തപ്പെട്ട ചെറുക്കനാണെന്നറിയോ? ഈ പ്രായത്തിലെ പണിയെടുത്ത് ജീവിക്കാൻ ഇറങ്ങിയേക്കുക. ചുരുക്കം ചിലരേ ഉള്ളു ഇങ്ങനെ. ഫോൺ മേടിക്കണം, എൻ്റെ പെങ്ങന്മാര് വെയിറ്റിങ്ങില്ല. ആമ്പുള്ളവർ കരയുന്നത് പണിയെടുത്ത് നട്ടല് കീറുമ്പോഴാ. ഞാൻ പണിക്ക് പോയി ഫോണൊക്കെ മേടിച്ചു, അതുകൊണ്ടൊരു പുതുപുത്ത കണ്ടന്റ് അങ്ങ് കാച്ചിയേക്കാന്ന് വെച്ചു. ആമ്പുള്ളാര് കരയുന്നത് 3 കാരണത്തിലായിരിക്കും. ഇതാണോ നിന്റെ പുതുപുത്ത കണ്ടന്റ്? ഈ വെറുപ്പേരിനാണോ നീ ഫോൺ മേടിച്ചത്? ഇപ്പൊ ആരാ സിം എടുത്ത് കൊടുത്തത്? ഇവന്റെ സിം എടുത്ത് ഒടിച്ചു കളാം. നീ റോസ്റ്റ് ചെയ്ത ആള് മാറിപ്പോയി. ഈ ആമ്പിള്ളേര് കരയണ 3 സാഹചര്യം എന്ന് പറഞ്ഞില്ലേ, അതെന്റെ കാര്യം ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് മൊത്തം ആണുങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. മനസ്സിലായില്ലടാ പോത്തെ. ആണ് അഥവാ പുരുഷൻ എന്നൊക്കെ പറഞ്ഞ AJ കിച്ചൂട്ടൻ മാത്രമേ ഉള്ളെന്നാണ് ആ പറഞ്ഞതിന്റെ ഒരു ഇത്. ആണുങ്ങൾ കരയുന്നത് 3 കാരണത്തിലായിരിക്കും എന്നൊരുത്തം വന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കുറച്ചു നേരം കഴിഞ്ഞ്, എടാ അളിയാ ഒരു മടല് നീളത്തിൽ കീറിക്കോ. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോണത് വേറെ ആരുമല്ല, ഒരു വെടിക്കുട്ടനെയാണ്. വെടിക്കുട്ടൻ എന്നെയാ? കിച്ചൂട്ടേട്ടന്റെ ക്രിയേറ്റിവിറ്റി ഇജാതി. ഇനി ഇത് തടഞ്ഞില്ലെങ്കിൽ ഇവനെ ആരെങ്കിലും പിടിച്ച് വരഞ്ഞിടും. ഇവനെ ആരെങ്കിലും വരഞ്ഞിട്ടാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ സഹായമാകും. കാരണം ഇന്ന് നമ്മൾ വറക്കാൻ പോവാ. കുറെ പേര് ചോദിച്ചിരുന്നു ഫാം ഒന്ന് കാണിക്കൂന്ന്. അപ്പൊ എന്റെ വീട്ടിലത്തെ ഫാമല്ല, എന്റെ വല്യപ്പന്റെ വീട്ടിലെ ഫാം. കാര്യമായി നിന്റെ വീട്ടിലല്ല, അല്ലെങ്കിൽ ആ 4 കാലുകൾ 2 കാലിൽ ഓടിയാന്. ഇതാണ് ഗൈസ് ഫാമില് പുതിയത് വന്ന ആള്. അപ്പൊ ഇവൻ പൊളിയാണ്. ഇവന്റെ പേര് എന്റെ പൊന്നു കിച്ചൂട്ടാ, നീ ഒന്ന് നിർത്ത്. കുറെ യൂട്യൂബേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബൊക്കെ ചെയ്യും. നമ്മുടെ കൂട്ടത്തിലൊന്നും ആരും കൊളാബ് ചെയ്യാൻ വരത്തില്ല. അതിന്റെ വിഷമമൊന്നും എനിക്കില്ല. കണ്ണാടി എന്ത് ചെയ്യും? കണ്ണീര് കണ്ട. നമ്മുടെ ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയി. ഇവൻ കൊളാബ് ചെയ്യുന്നത് ആടിനോട്, മുയലിനോട്, പട്ടിയോട്. എന്ത് വെടിക്കൂട്ടെന്നാണ്. നമുക്ക് വീഡിയോ സർപ്രൈസ് ആണ്. ആ വീഡിയോ അവനെ റോസ്റ്റ് ചെയ്ത് നമ്മൾ കൊന്നിട്ടിട്ടുണ്ട്. കൊന്നിട്ടിട്ടുണ്ടോ? നിന്നെ ഇന്ന് ഞാൻ ഇവിടെ കൊല്ലുക മാത്രമല്ല, നിന്റെ സഞ്ചയനത്തിന് ഞാൻ ഇന്ന് ഇവിടെ ഇടലി വിളമ്പും. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആളിട്ടാ, ഇതാണ് കക്ഷി. ഓക്കെ, ഇവൻ ഏതാടാ? കണ്ടിട്ട് ഞാനിട്ട കാട്ടം പോലുണ്ട്. ആട്ടുംകാട്ടം എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. ഇനി കണ്ടില്ല എന്ന് വേണ്ട. ഈ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വളമൊക്കെയാണ്. നീ എന്നാ അതിന്റെ നേരെ ഓപ്പോസിറ്റാ, കീടനാശിനി. അവൻ പറയുന്ന ഓരോ വാക്കിലും നമുക്ക് വിവരക്കേട് ഇങ്ങനെ കടഞ്ഞെടുക്കാം. ഇവന്റെ ഒക്കെ പറച്ചില് കേട്ടതൊന്നും ഇവൻ ഇവിടെ വന്നിരുന്നിട്ട് മൊത്തം സത്യങ്ങളാ വിളിച്ചു പറയണേ. ഒന്ന് എനിക്ക് പോടാ ഊളെ.
ഈ പിരിവെട്ടിയവൻ. എന്തായാലും നിന്നെ പോലെ മറ്റേ ഫോണിന്റെ ക്യാമറ ഓഫ് ആക്കാൻ മറന്നുപോയി അവിടെ തന്നെ നിന്നുകൊണ്ട് ജനനം തൊട്ട് കല്യാണം വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ വീഡിയോ കൂട്ടുകാരുടെ കൈ കിട്ടി, അവൻ അത് അപ്ലോഡ് ചെയ്തു, ജീവിതം തകർന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള മൃഗീയമായ കള്ളത്തരങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉറക്ക ഗുളിക എന്തിനാന്നോ? എടാ ഉറക്ക ഗുളിക എന്തിനാന്ന് നിനക്കറിയില്ലേ? വൈകുന്നേരം കിടന്ന് ഉറങ്ങാനായിട്ടുള്ളതാണ് ഉറക്ക ഗുളിക. അതിവിടെ എല്ലാവർക്കും അറിയാം. അത് നീ പറഞ്ഞിട്ട് ഓടാ, നീ കില്ലാടി. MBBS ഇല്ലാതെ ഡോക്ടർ ആവാൻ പറ്റുമെന്ന് തെളിഞ്ഞു. നിന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായി. തിരിച്ചു പോ. നീ ആ ഉറക്ക ഗുളിക എങ്ങനെ കഴിക്കണ്ടെന്ന് കൂടി പറഞ്ഞു കൊടുക്ക്. ചെറിയ കുഞ്ഞു പിള്ളേർക്ക് വെറുതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സീനാണ്. പൊടിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്ക്. നീ സോളോ വൈനറ. നീ നന്മ തൂങ്ങുന്ന നന്മ പെരുമരവാ നോക്കുവാണോടാ തീട്ട പെരുമരവേ. എന്തിനാടാ കൊച്ചു പിള്ളേർക്ക് ഉറക്ക കോളിക്കുക? അവർക്ക് നിന്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി, ഒരു ഭാഗം തളർന്നു പോകും. ഒത്തിരി സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ എനിക്ക് ഇച്ചിരി പാടാ, എന്നാലും കുഴപ്പമില്ല. ഇവന്റെ വർത്താനം കേട്ടാ തോന്നും ഇവൻ എല്ലാ വീഡിയോസിലും നല്ലോണം സ്ട്രെയിൻ ചെയ്താണ് സംസാരിക്കണേന്ന്. നിന്റെ എല്ലാ വീഡിയോസിലും നീ ഇങ്ങനെ തന്നെയാ സംസാരിക്കണേ. സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. തേങ്ങയാണ് മാങ്ങയാണ് ഒന്ന് പോയരോട്. എടാ എനിക്കൊന്ന് കൊറോണ ആയിരുന്നടാ, അതുകൊണ്ടാടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് അതിന്റെ പഴയ വീഡിയോ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്നെ കഴിവല്ലേ? അത്രയും വയ്യാതെ കൊറോണ ആയിട്ട് ഇരുന്നിട്ട് ഞാൻ പഴയ വീഡിയോ പോലെ ചെയ്തില്ലേ? ലൈക്ക് അടി, എല്ലാവരും ലൈക്ക് അടി. ഇതിന്റെ പേര് എല്ലാവരും ലൈക്ക് അടിക്കണം. ലൈക്ക് അടിക്കാത്തവരെ ഇന്ന് കൊതുകുത്തും. പിന്നെ നമ്മുടെ കിച്ചൂട്ടന് ഭയങ്കര കഴിവാ. പുള്ളിക്ക് സ്വന്തം വീഡിയോയുടെ തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിയത്തില്ല. രസം ഇവിടങ്ങുമല്ല, പുള്ളി എന്റെ കൂട്ടത്തിൽ 6-7 വർഷം എന്റെ സ്കൂളിൽ തന്നെ പഠിച്ച ഒരാളോട് എന്നെ തന്നെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തംബ്നെയിൽ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. ജാതി ഭാഗ്യം കേട്ടവൻ. താനെ എനിക്കൊരു തമ്പലയും സെറ്റ് ചെയ്ത് തരൂ. എടാ നിനക്കൊരു കാര്യം അറിയാം, ഞാൻ തമ്പലയും വെക്കാറുമില്ല. ഞാൻ എന്നെ ഒരു തട്ടിക്കൂട്ടിട്ട് വെക്കുന്നത്. നിന്റെ തമ്പലയും കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായിടാ. എടാ സത്യമായിട്ടും വേറെ ആരും അങ്ങനെ തമ്പലയും എനിക്ക് എഡിറ്റ് ചെയ്ത് തരത്തില്ല. കുറെ പേര് നമ്പർ ഉണ്ടാ, പക്ഷെ ചോദിക്കാൻ ഒരു പിടി. ഇപ്പൊ നീയാവുമ്പോ ശരിയാ, നമ്മുടെ ഈജുള്ള ആളല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും എങ്ങനെ ഈ കറക്റ്റ് ആളോട് തന്നെ ചോദിച്ചു നീ പണി മേടിച്ചു? എന്നാലും പോട്ടെ, അതൊരു വലിയ കാര്യമൊന്നുമില്ല. ഒരു തംബ്നെയിൽ ഉണ്ടാക്കുന്ന കാര്യം അത് നിനക്ക് എന്നോട് ചോദിക്കരുതായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കി തന്നേനെ. കുഴപ്പമില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്യാം. നിനക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്, അപ്പുറത്ത് പോയിരുന്ന കുണ്ടി മാന്ത, അതാണ് നിനക്ക് പറ്റിയ കാര്യം. എന്റെ അല്ലയോ, മാന്തണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഇമാതിരി വീഡിയോ ഒക്കെ ഇട്ടിട്ട് റോഡിൽ കൂടെ നടന്നു മുമ്പ് സൂക്ഷിച്ചു പോകണം കേട്ടോ. ഇരിക്കുന്നതിന് മുമ്പേ നിന്റെ കുണ്ടി വെട്ടി കളയും പിള്ളേര്, പിന്നെ മാന്താൻ കാണത്തില്ല. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് കുറെ ദിവസമായോ? നിന്നെ കാണാൻ ഇവിടെ എല്ലാവരും മുട്ടിയിരിക്കുവായിരുന്നു. ഈ സോളോ വൈൻഡർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്റെ വീഡിയോ കാണാനായിട്ട് മുട്ടി നിന്നത്. ഇപ്പൊ വന്നിട്ട് ഓരോന്ന് കിടന്ന് വിളിച്ചു പറയണ കേട്ടില്ലേ? അയ്യോ അമ്പട തക്കാളി, നിന്റെ ഓരോ വീഡിയോയ്ക്കും വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. നീ തന്നെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത് മാത്രമോ, ഞാൻ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് നിനക്ക് പ്രൊമോഷനും കൊടുത്തിട്ടുണ്ട്. I like your little setup. Do you know him? No. Nah. He's the biggest Vanesh in Kerala. Javanich? What does that mean? The biggest എന്താ പറയാ, ലെങ്ത് വേണമെന്ന് പറഞ്ഞു. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇവനോട് ഒറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യണമെന്ന്. നിന്റെ ഊഹം തെറ്റാണ് സോളോ വൈനർ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയതാണ്. ഒരാഴ്ച ഞാൻ ഈ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ എന്തിന് ഈ വക കാര്യങ്ങൾ പറയാൻ വേണ്ടി കഷ്ടപ്പാട് സഹിച്ച ഒരു വീഡിയോ ഉണ്ടാക്കി? ഇവൻ എനിക്ക് ഇതൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നാൽ പോരായിരുന്നു. അതിനുള്ളതൊക്കെ ഓൾറെഡി ഒന്നുമില്ല. കിച്ചൂട്ടം ഫാൻസ് ക്ലബ് ഒക്കെ ഉണ്ടോ? അവര് സീനാണ്. നീ ജസ്റ്റ് സമയം കിട്ടുമ്പോ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലെ കിച്ചൂട്ടെന്ന് അടിക്കുക. അപ്പൊ നിനക്കറിയാം എനിക്ക് ഫാൻസ് ഉണ്ടോ ഇല്ലേന്ന്. ചെക്കൻ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കന് ഫാൻസ് ഇല്ലാത്തതിന്റെ ഒരു വിഷമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സോളോ വൈൻഡർ എന്ന് പറഞ്ഞിട്ട് കുറെ ഫാൻസ് ഒക്കെ കൊണ്ട് തുടങ്ങുക. അപ്പൊ ചെക്കന്റെ സങ്കടമൊക്കെ അങ്ങ് മാറും. നീ പറയുന്നത് സത്യമാടാ. പുച്ഛത്തോടെ പുച്ഛം. വീഡിയോ കാണുന്ന 40% ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷനും ഞെക്കിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തായിരുന്നു ഇപ്പൊ ഇവൻ ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാവുമായിരുന്നോ? ഈ കാണുന്നൊക്കെ നീ പറഞ്ഞ ടൈപ്പ് അക്കൗണ്ട് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ യൂട്യൂബിലോട്ട് വന്ന് ഇങ്ങനത്തെ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എന്നെ കൊണ്ടാവുന്ന വിധം മാക്സിമം ബെസ്റ്റ് കണ്ടന്റ് എന്റെ ഓഡിയൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്റെ ജോലി. ആൻഡ് എനിക്കത് കാണാൻ വേണ്ടി കുറെ ആൾക്കാരെയും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി. പിന്നെ ഇങ്ങനത്തെ അക്കൗണ്ടുകൾ നീ നിന്റെ ഫാൻ പേജസ് ആയിട്ട് കൂട്ടാറുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുമല്ല, അത് ചെയ്ത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ളവരുടെ പേരിൽ ഇങ്ങനൊന്നും തുടങ്ങരുത്. കിച്ചൂട്ടന്റെ വലിയൊരു ഫാനാണ് ഞാൻ എന്നൊക്കെ പറയണമെങ്കിൽ എന്റെ തലയിറക്കണം. നീ എന്നെ ഇങ്ങനെ പറയണം. നിന്റെ ലൈവില് ഞാനൊരു ദിവസം കയറിയപ്പോ നീ എന്താ പറഞ്ഞത്? കിച്ചൂട്ടാ പുതിയ വീഡിയോസ് ഒന്നും ഇല്ലേ, ഞാൻ നിന്റെ ബിഗ് ഫാനാന്നൊക്കെ ഇവർ ലൈവിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു. പ്ലീസ്, ഞാനൊരു ബക്കറ്റ് പിരിവിന് ഇറങ്ങാം. ഇവന്റെ തലച്ചോറ് മാറണം, വേറൊരെണ്ണം വേണം ഇവന് അത്യാവശ്യമായിട്ട്. ഇവന് കോമഡി എന്തോ സീരിയസ് എന്തോ ഇതുവരെ അറിയത്തില്ലയോ? എടാ മോനെ കിച്ചൂട്ടാ, നിനക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്ത സോഫ്റ്റ്വെയറിന്റെ പേരെങ്കിലും അറിയോ? ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും മടുത്തു, ആരായാലും തല വരുത്തു. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും വലിയ പെടുത്തൊന്നുമില്ല. ഞാൻ എന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഫോണില് ഇൻഷോട്ടിൽ ഇട്ടിട്ടാണ് ഞാൻ എന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്ത്, അതും ഒരുപാട് സ്റ്റക്കും ഹാങ് ഒക്കെ ആയിട്ട്. നിങ്ങൾക്കൊന്നും എന്തായാലും അത്ര കഷ്ടപ്പാടൊന്നും വന്നിട്ടില്ല. അത്ര കഷ്ടപ്പാട് വന്നിട്ടില്ല.
ഹാങ് സ്റ്റക്കും എന്തോന്ന് നീ എന്നെ പഠിപ്പിക്കരുത് കിച്ചൂട്ടാ. എന്റെ ഈ യൂട്യൂബ് ജേണി എന്ന് പറയുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് വിധത്തിൽ നിന്ന് ഈ വിധം വരെ വന്നതെന്ന്. ഈ വിധം വരെ വന്നിട്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം ചുമ്മാ പൊക്കി പിടിച്ച് കൈ പിടിച്ചോണ്ടിരിക്കുവല്ല. അതിനുള്ള ഞാൻ എന്റെ ഓഡിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് ഇവനോട് ഒരു വൈരാഗ്യവും കലിപ്പും ഒന്നുമില്ല. ഇവനെ എനിക്ക് ഇത്ര സഹിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവനെക്കാട്ടി വലിയ ഐറ്റംസിനൊക്കെ ഞാൻ രാത്രി 3 മണിക്ക് മദാമ്മമാരെയും സായിപ്പുമാരെയും ഒക്കെ വീഡിയോ കോൾ ചെയ്യുന്ന വീഡിയോ കിടപ്പുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇങ്ങോട്ട് പോയാൽ മതി. ഈ വീഡിയോ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ബൈ, പിന്നെ കാണാം.